പെരിന്തൽമണ്ണ ദൃശ്യക്കൊലക്കേസിലെ മുഖ്യപ്രതി വിനീഷ് കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ അതീവ സുരക്ഷയുള്ള സെല്ലിൽ നിന്ന് അവിശ്വസനീയമായ രീതിയിൽ രക്ഷപ്പെട്ട സംഭവം കേരള പോലീസിനെയും ജയിൽ വകുപ്പിനെയും വലിയ തലവേദനയായി മാറുകയാണ്. കൃത്യമായ ആസൂത്രണത്തോടെയും കഠിനമായ അധ്വാനത്തിലൂടെയും വിനീഷ് നടത്തിയ ഈ ജയിൽ ചട്ടം നടന്ന 4 ദിവസം പിന്നിടുമ്പോഴും ഇയാളെ കുറിച്ച് ഒരു സൂചനയും ലഭിക്കാത്തത് നിയമപാലകരെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നു. ചായ കുടിക്കാൻ നൽകിയ ഒരു സ്റ്റീൽ ഗ്ലാസ് ആയുധമാക്കി 10 ദിവസം നീണ്ട ശ്രമത്തിനൊടുവിൽ ഭിത്തി തുരന്ന് പുറത്തു കടന്ന വിനീഷിന്റെ നീക്കങ്ങൾ ഒരു സിനിമാ കഥയെ വെല്ലുന്നതായിരുന്നു. എന്നാൽ അതീവ അപകടകാരിയായ ഒരു ക്രിമിനൽ സ്വതന്ത്രനായി നടക്കുന്നത് ദൃശ്യയുടെ കുടുംബത്തെയും നാട്ടുകാരെയും കടുത്ത ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബർ 29-നായിരുന്നു 11 മണിയോടെയാണ് വിനീഷ് സെല്ലിൽ ഇല്ലെന്ന വിവരം അധികൃതർ തിരിച്ചറിയുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സെല്ലിലെ ശുചിമുറിയിലെ ടോയ്ലറ്റുകൾ ഇളക്കി മാറ്റി ഭിത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത്. സാധാരണഗതിയിൽ ഒരാൾക്ക് തുളച്ചു കയറാൻ സാധിക്കാത്ത ചെങ്കല്ല് ഭിത്തിയാണ് വിനീഷ് തന്റെ കൈവശമുണ്ടായിരുന്ന സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ച് അടർത്തിയെടുത്തത്. ഓരോ ദിവസവും ഭക്ഷണത്തിനും ചായക്കുമൊപ്പം ലഭിച്ചിരുന്ന വെള്ളം ഉപയോഗിച്ച് ഭിത്തിയിലെ കല്ലുകൾക്കിടയിലുള്ള സിമെന്റും മണ്ണും നനച്ച് മൃദുവാക്കിയ ശേഷമാണ് ഇയാൾ പണി തുടർന്നത്. അധികൃതരുടെ കണ്ണു വെട്ടിച്ച് 10 ദിവസം തുടർച്ചയായി നടത്തിയ ഈ നീക്കം സെല്ലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരിച്ചറിയാതെ പോയത് ഗുരുതരമായ വീഴ്ചയായാണ് കണക്കാക്കപ്പെടുന്നത്. പുറത്തിറങ്ങിയ വിനീഷ് വളപ്പിൽ ഉണങ്ങിക്കിടന്ന ഒരു വലിയ മരക്കൊമ്പ് മതിലിൽ ചാരിവെച്ച് വൻമതിൽ കടന്നതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിനീഷിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളി അല്ലെങ്കിലും പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന സ്വഭാവക്കാരനാണെന്നും കാണാം. പെരിന്തൽമണ്ണ സ്വദേശിനിയായ ദൃശ്യയെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിലുള്ള വൈരാഗ്യ മൂലം 2021 ജൂണിലാണ് ഇയാൾ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് മുമ്പ് ദൃശ്യയുടെ പിതാവിന്റെ വ്യാപാര സ്ഥാപനത്തിന് തീയിട്ട വിനീഷ് പിന്നീട് ദൃശ്യയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി സഹോദരിയുടെ മുന്നിലിട്ടാണ് പെൺകുട്ടിയെ കുത്തിക്കൊന്നത്. ഈ ആക്രമണത്തിൽ ദൃശ്യയുടെ സഹോദരിക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇത്തരം മാരകമായ കുറ്റകൃത്യം ചെയ്ത ഒരു വിചാരണ തടവുകാരൻ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇത് 2ാം തവണയാണ് എന്നതും വലിയ ഒരു വീഴ്ചയായി കണക്കാക്കപ്പെടുന്നു. 2022-ലും സമാനമായ രീതിയിൽ ഇയാൾ കുതിരവട്ടത്ത് നിന്ന് ചാടിപ്പോയിരുന്നു. അന്ന് പിന്നീട് പോലീസിന് പിടിയിലായ ഇയാളെ അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു പാർപ്പിച്ചിരുന്നത്. എന്നാൽ ജയിലിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഡിസംബർ 10-നാണ് ഇയാളെ വീണ്ടും കുതിരവട്ടത്തെ 10-ാം വാർഡിലെ 6-ാം നമ്പർ സെല്ലിലേക്ക് മാറ്റിയത്. ഓരോ മണിക്കൂറിലും സെല്ലിന്റെ ഗ്രില്ലിന് പുറത്തുനിന്ന് പരിശോധന നടത്തേണ്ട ഉദ്യോഗസ്ഥർ വിനീഷിന്റെ നീക്കങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നത് അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. ഡിസംബർ 29-ന് രാത്രി 9 മണി വരെ ഇയാൾ സെല്ലിൽ ഉണ്ടായിരുന്നുവെന്ന് അധികൃതർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിനു മുമ്പേ ഇയാൾ രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.